أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر أن الله يسبح له من في السماوات والأرض والطير صافات كل قد علم صلاته وتسبيحه والله عليم بما يفعلون. ولله ملك السماوات والأرض وإلى الله ترجع الأمور. അല്ലാഹുൽ അലീം. സൂറത്തുൻ നൂർ 41:2. അലം തറ, താങ്കൾ കണ്ടില്ലേ, അന്നല്ലാഹ, നിശ്ചയം അല്ലാഹു ആണെന്ന്. ഇന്ന അന്നയാകുമ്പോൾ എന്ന് നിർത്തണ്ടാവണം. യുസബ്ബിഹു ലഹു, അവന് തസ്ബീഹ് അഥവാ അവൻ്റെ വിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന്. മംഫിസ് സമാവാത്തി, ആകാശങ്ങളിലുള്ളവർ, വൽ അർളി, ഭൂമിയിലുള്ളവരും, വത്വൈറു, പക്ഷിയും, സാഫാത്തിൻ, ചിറക് വിടർത്തിയ അവസ്ഥയിൽ, കുല്ലുൻ, എല്ലാം, അത് അലിമ, അറിഞ്ഞിട്ടുണ്ട്, സലാത്തഹു, അതിൻ്റെ നമസ്കാരം അല്ലെങ്കിൽ അതിൻ്റെ പ്രാർത്ഥന, വ തസ്ബീഹഹു, അതിൻ്റെ പ്രകീർത്തനവും. വല്ലാഹു, അല്ലാഹു അലീമുൻ ബിമാ യഫ്അലൂൻ, എല്ലാം അലീമുൻ, എല്ലാം അറിയുന്നവനാണ്, ബിമാ യഫ്അലൂൻ, അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച്. വലില്ലാഹി, അല്ലാഹുവിനാണെന്നും, അഥവാ അലം തറ അന്നല്ലാഹ എന്ന് പറയുമ്പോൾ അലം തറ വലില്ലാഹി, താങ്കൾ കണ്ടില്ലേ, അല്ലാഹുവിനാകുന്നു മുൽക്കുസ്സമാവാത്തി വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അധികാരം, ആധിപത്യം. വ ഇലല്ലാഹി, അല്ലാഹുവിലേക്കാകുന്നു അൽ മസീർ, മടക്കസ്ഥലവും, അഥവാ ചെന്ന് ചേരുന്നതും അല്ലെങ്കിൽ ആയിത്തീരുന്നതും. അല്ലാഹു നൂറുസ്സമാവാത്തി വൽ അർള് എന്ന് പറഞ്ഞതിൻ്റെ ചുവട്ടിൽ അത് സ്ഥാപിക്കുന്ന വർത്തമാനങ്ങളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യനിഷേധികൾക്ക് അല്ലാഹു പ്രകാശം നൽകിയിട്ടില്ലെങ്കിൽ പിന്നെ വേറെ എവിടെ നിന്നും പ്രകാശം കിട്ടാനില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഈ പ്രകാശം ആർക്കും കിട്ടാത്ത, മറഞ്ഞിരിക്കുന്ന, ആർക്കോ മാത്രം കിട്ടിയ ഒന്നല്ല, ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. അതിൻ്റെ തെളിവാണ്, താങ്കൾ കാണുന്നില്ലേ, അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻഫിസ് സമാവാത്തി വൽ അർളി വത്തൈറു സാഫാത്തിൻ, ആകാശങ്ങളിലുള്ളത് അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയാണ്. ആകാശങ്ങളിലുള്ളവരെന്ന് പറഞ്ഞാൽ ആരാണ്? പ്രധാനമായും മലക്കുകളും അതുപോലെ ജിന്നുകളും ഒക്കെയാണ്. ഭൂമിയിലും ജിന്നുകളുണ്ടാകും, ആകാശത്തും ജിന്നുകളുണ്ടാകും. മൻ എന്നത് ആഖിലിനാണ് ഉപയോഗിക്കുക, ബുദ്ധിയുള്ളവരെ കുറിച്ച് പറയാൻ. അങ്ങനെ ആകാശങ്ങളിലുള്ളത്, ആകാശങ്ങളിലുള്ളവർ, വൽ അർളി, ഭൂമിയിലുള്ളവരും, ഭൂമിയിലുള്ള മനുഷ്യരും ജിന്നുകളും ജന്തുജാലങ്ങളും ഒക്കെ എന്നർത്ഥം. വത്വൈറു, പക്ഷിയും, സാഫാത്തിൻ, ചിറക് വിടർത്തിയ അവസ്ഥയിൽ. പക്ഷിയെ പ്രത്യേകം എടുത്തു പറയുന്നത് എന്തിനാണ്? പക്ഷി ഭൂമിയിലുള്ള ഒരു ജന്തു തന്നെയാണല്ലോ. ഇവിടെ മൻ എന്ന് പറഞ്ഞത് ആഖിലിനെ, ബുദ്ധിയുള്ളവർ. അപ്പം തിര്യക്കുകൾ അഥവാ പക്ഷിമൃഗാദികൾ, ജന്തുജാലങ്ങൾ, അതുപോലെ വൃക്ഷലതാദികൾ, അവയൊന്നും പെടില്ലേ? അവയൊക്കെ പെടും ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളത് എന്ന് പറഞ്ഞതിൽ. അത് ആഖിലിനെ അഥവാ ബുദ്ധിയുള്ളവയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് മൻ പ്രയോഗിച്ചതാണ്. ചിലയിടത്ത് മാഫി സമാവാത്തി വൽ അർളി എന്നുമുണ്ട്. ഗൈറ് ആഖിലിന്, ബുദ്ധിയില്ലാത്ത തിര്യക്കുകൾക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള പ്രയോഗങ്ങളും കാണാൻ കഴിയും ഖുർആനിൽ. സബിഹു ലഹു മാഫി സമാവാത്തി വൽ അർളിയുണ്ട്, മംഫി സമാവാത്തി വൽ അർളിയുണ്ട്. അള്ളാഹുവിനെ പ്രകീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താണ് ഈ പ്രകീർത്തനം എന്ന് നമുക്കറിയില്ല, പക്ഷേ അവയ്ക്കറിയാം എന്നാണ് പിന്നെ പറയുന്നത്. കുല്ലുൻ ഖദ് അലിമ സ്വലാത്തഹു വ തസ്ബീഹഹു, എല്ലാറ്റിനും അവയുടെ തസ്ബീഹും അവയുടെ സ്വലാത്തും അവരുടെ പ്രാർത്ഥനയും
അല്ലെങ്കിൽ പ്രാർത്ഥന, നമസ്കാരത്തിനൊക്കെ സ്വലാത്ത് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. നമസ്കാരം ഒരു പ്രാർത്ഥനയായതുകൊണ്ടാണ് സാങ്കേതികമായി അതിന് അസ്വലാത്ത് എന്ന് പറയുന്നത്. അഥവാ നിശ്ചിത രൂപമുള്ള പ്രാർത്ഥനയാണ്. അതല്ലാത്ത പ്രാർത്ഥനകളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന സലാത്തു അല നബി എന്നാണ് പറയുക, റസൂലുള്ളാഹിക്ക് മേലുള്ള പ്രാർത്ഥന എന്നർത്ഥത്തിൽ. അപ്പം അങ്ങനെ എല്ലാറ്റിനും അവയുടെ പ്രാർത്ഥന എങ്ങനെയാണ് എന്നറിയാം. അതുപോലെ തന്നെ അവരുടെ എങ്ങനെയാണ് അള്ളാഹുവിനെ പ്രകീർത്തിക്കേണ്ടത് എന്നൊക്കെ നമുക്കറിയില്ല, അവയ്ക്ക് നന്നായിട്ടറിയാം. ഖുർആനിൽ മറ്റൊരിടത്ത് വലാക്കില്ല തഫ്ഖഹൂന തസ്ബീഹഹു എന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ഒക്കെ പ്രകീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകില്ല എന്നർത്ഥത്തിൽ അല്ലാഹു തആല പറഞ്ഞത് കാണാൻ കഴിയും. മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാക്കില്ല തഫ്ഖഹൂന തസ്ബീഹഹു. ഒരു വസ്തുവുമില്ല അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുന്നതല്ലാതെ, പക്ഷേ നിങ്ങൾ അവയുടെ തസ്ബീഹ് മനസ്സിലാക്കുന്നില്ല. അപ്പം സസ്യങ്ങളും ജന്തുക്കളും ഉൾപ്പെടെ ബുദ്ധിയുള്ളതും ബുദ്ധിയില്ലാത്തതുമായ സകല ജന്തുക്കൾക്കും അള്ളാഹുവിനെ പ്രകീർത്തിക്കാൻ അറിയാം. തൈറിനെ പ്രത്യേകം എടുത്തു പറഞ്ഞത് സാഫാത്തിനായ അവസ്ഥയിൽ, അഥവാ ചിറക് വിടർത്തിയ അവസ്ഥയിൽ പക്ഷികൾ ഭൂമിയിലായിരിക്കില്ല, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിലാണ്. അപ്പോൾ ഇടയിലുള്ളതും എന്നർത്ഥത്തിൽ വമാ ബൈനഹുമ, അവയുടെ ഇടയിലുള്ളതും എന്ന് പറഞ്ഞതിന് പകരമാണ് വത്തൈറു സാഫാത്തിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആകാശത്തും ഭൂമിയിലും അല്ലാതെ അതിൻ്റെ ഇടയിലും. എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം? അവിടെയൊക്കെ ഉള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ അവർ മനസ്സിലാക്കിയതനുസരിച്ച് അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടാണ് കഴിഞ്ഞുകൂടുന്നത്. അല്ലാതെ അള്ളാഹ്ക്കെതിരെയോ അള്ളാഹിനെ ധിക്കരിച്ചോ അള്ളാഹുവിനെ എതിർത്തുകൊണ്ടോ അള്ളാഹ്ക്ക് കീഴ്പ്പെടാതെയോ അള്ളാഹുവിൻ്റെ മഹത്വം അംഗീകരിക്കാതെയോ മനസ്സിലാക്കാതെയോ പോലും ഒരു സൃഷ്ടിയും ഇല്ല. മനുഷ്യൻ പോലും മനുഷ്യൻ്റെ അവയവങ്ങൾ അള്ളാഹ്ക്ക് കീഴ്പ്പെട്ട അവസ്ഥയിലാണുള്ളത്. മനുഷ്യൻ്റെ മനസ്സിന് മാത്രമാണ് നിഷേധിക്കാനും ധിക്കരിക്കാനും വിശ്വസിക്കാനുമൊക്കെ ഒരുപോലെ സ്വാതന്ത്ര്യമുള്ളത്. എന്നാൽ കണ്ണ് കാണാനുള്ളതാണ് എന്ന് തീരുമാനിച്ച അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ടാണ് കണ്ണുള്ളത്. അതുകൊണ്ടാണ് പരലോകത്ത് വെച്ച് കണ്ണ്, കാത്, അവയവങ്ങൾ, തൊലി, കൈ ഒക്കെ മനുഷ്യനെതിരെ സംസാരിക്കുകയും സാക്ഷി നിൽക്കുകയും ചെയ്യും. ചെയ്ത കുറ്റങ്ങൾ, നാവിനെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ ചെയ്ത കുറ്റങ്ങൾ നാവ് അള്ളാഹുവിനോട് മനുഷ്യനെതിരെ പറയും. അതുപോലെ കൈ പറയും, കാല് പറയും. എന്നിട്ട് അവയവങ്ങൾ, തൊലി പോലും സാക്ഷി നിൽക്കും, കൈ സംസാരിക്കും, കാല് സാക്ഷി നിൽക്കും എന്നൊക്കെ പറഞ്ഞത്. കാരണം എന്താ? അവയുടെയൊക്കെ റബ്ബ് അള്ളാഹുവാണ്. അവരുടെയൊക്കെ നിയന്ത്രണം അള്ളാഹുവിനാണ്. മനുഷ്യന് തൽക്കാലം ഉപയോഗിക്കാൻ കൊടുത്തിരിക്കുന്നു എന്നർത്ഥം. അങ്ങനെ മനുഷ്യൻ അള്ളാഹുവിനെ ധിക്കരിക്കുമ്പോൾ ധിക്കരിക്കാൻ വേണ്ടി മനുഷ്യൻ ഉപയോഗിക്കുന്ന ശരീരം പോലും അള്ളാഹുവിന് കീഴ്പ്പെട്ടും അവനെ വിളിച്ചു പ്രാർത്ഥിച്ചും അവനെ പ്രകീർത്തിച്ചും ഒക്കെയാണ് കഴിയുന്നത് എന്നാണ് അർത്ഥം. വല്ലാഹു അലീമും ബിമാ യഫ്അലൂൻ. അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഇവിടെ മറ്റൊരു വിശദീകരണവും കൂടിയുണ്ട്. കുല്ലുൻ അത് അലിമ സലാത്തഹു വ തസ്ബീഹു എന്നതിന് അലിമ എന്ന് പറഞ്ഞാൽ ആരാണ്? കുല്ലുൻ അത് അലിമ, എല്ലാ ജന്തുജാലങ്ങളും അല്ലെങ്കിൽ എല്ലാ ആകാശത്തും ഭൂമിയിലുമുള്ളവയും അതുപോലെ പക്ഷിയും എല്ലാം അറിഞ്ഞിട്ടുണ്ട് അവ എങ്ങനെയാണ് അവർ പ്രാർത്ഥിക്കേണ്ടത് എന്നും എങ്ങനെയാണ് അള്ളാഹുവിനെ പ്രകീർത്തിക്കേണ്ടത് എന്നും, അല്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്കും പ്രകീർത്തനത്തിനുമൊക്കെ അള്ളാഹു എങ്ങനെയാണ് അർഹനാകുന്നത് എന്നും ഒക്കെ അവരറിഞ്ഞിട്ടുണ്ട് എന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അവർ ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ അള്ളാഹു സൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ്. അപ്പോൾ ഇവിടെ അലിമ എന്ന് പറഞ്ഞാൽ ആരറിഞ്ഞു? അത് അറിഞ്ഞിട്ടുണ്ട് എന്നാണ്. ഓരോന്നും അറിഞ്ഞിട്ടുണ്ട്. കുല്ലുൻ അലിമ എന്നാണ്. കുല്ലുൻ ഖദ് അലിമ. അലിമ എന്ന് പറഞ്ഞാൽ അവൻ ഒരുത്തനെ അറിഞ്ഞു എന്നല്ലേ. അതില്ല ഹുവ എന്നുള്ള ദമീർ കുല്ലുൻ എന്നതിലേക്കാണ് സാധാരണ മുഫസ്സിറുകൾ മടക്കുന്നത്. അതേ സമയത്ത് മറ്റ് ചിലർ നേരെ തിരിച്ചും അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്. കുല്ലുൻ എന്ന് പറഞ്ഞാൽ യുസബ്ബിഹു ലഹു മൻഫിസ് സമാവാതി വൽ അർളി വത്തൈറു സാഫാത്തിന. അള്ളാഹു താലാക്ക് തസ്ബീഹ് ചൊല്ലുന്നു എല്ലാവരും എന്ന് പറഞ്ഞല്ലോ. കുല്ലുൻ എല്ലാം
എല്ലാ വസ്തുക്കളും ഖദ് അലിമ അവൻ അറിഞ്ഞിട്ടുണ്ട് സലാത്തഹു ആ വസ്തുവിൻ്റെ സലാത്ത് വ തസ്ബീഹു ആ വസ്തുവിൻ്റെ തസ്ബീഹ്. അഥവാ എല്ലാ വസ്തുക്കളുടെയും തസ്ബീഹ് അല്ലെങ്കിൽ സലാത്ത് അത് അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്. അഥവാ അവ തസ്ബീഹ് ചൊല്ലുന്നുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. വലാക്കില്ല തഫ്ഖഹുന തസ്ബീഹു എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ അറിഞ്ഞിട്ടില്ല. എന്നാൽ ആരറിഞ്ഞിട്ടുണ്ട്? അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനമായി പറയുകയാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു അറിഞ്ഞിട്ടുണ്ട് അവയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്? വല്ലാഹു അലീമുൻ ബിമാ യഫ്അലൂൻ, അവർ ചെയ്യുന്നതൊക്കെ അള്ളാഹു സൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ്. ഇങ്ങനെ രണ്ട് വ്യാഖ്യാനങ്ങളാകാം, പക്ഷേ രണ്ടിലും വസ്തുത ഒന്ന് തന്നെയാണ്. എല്ലാ ജന്തുക്കളും അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നുണ്ട് എന്ന് അള്ളാഹു പറയുന്നത് അള്ളാഹുവിൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം എല്ലാ ജന്തുക്കളും പ്രകീർത്തിക്കുന്നത് എല്ലാ ജന്തുക്കൾക്കും പ്രകീർത്തിക്കേണ്ടവനെ അറിയാം. അള്ളാഹു മഹാനാണ്, അള്ളാഹു കഴിവുറ്റവനാണ്, അള്ളാഹു യാതൊരുവിധ ന്യൂനതയും ഇല്ലാത്തവനാണ്, അള്ളാഹു അത്യുന്നതനാണ്, അള്ളാഹു പരിശുദ്ധനാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടാണല്ലോ സകലമാന സൃഷ്ടികളും അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നതും അവനോട് പ്രാർത്ഥിക്കുന്നതും. അപ്പം അത് ആ വ്യാഖ്യാനം ശരിയാണ്. എല്ലാ വസ്തുക്കൾക്കും അള്ളാഹുവിനെയും അറിയാം, അവനെ എങ്ങനെ പ്രകീർത്തിക്കണമെന്നും അറിയാം. ഇനി അള്ളാഹു അത് അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ അള്ളാഹു പറയുന്നത് അവയൊക്കെ പ്രകീർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പം എങ്ങനെ അലിമയിലുള്ള ഹുവ എന്ന് പറയുന്ന ലമീർ അള്ളാഹുവിലേക്ക് മടക്കണോ കുല്ലുൻ എന്നതിലേക്ക് അഥവാ സൃഷ്ടികളിലേക്ക് മടക്കണോ? രണ്ടായാലും വസ്തുത ഒന്ന് തന്നെയാണ്. എല്ലാവർക്കും അറിയാം അള്ളാഹുവിനെ എങ്ങനെ പ്രകീർത്തിക്കണമെന്നും അള്ളാഹു പ്രകീർത്തനത്തിന് യോഗ്യനാകുന്നത് എങ്ങനെയാണെന്നും എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും അറിയാം. അവരങ്ങനെ പ്രകീർത്തിക്കുന്നുണ്ട് എന്ന വിവരം അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്. കാരണം അവൻ എല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ നന്നായി അറിയുന്നവനാണ് അള്ളാഹു. ഇനി തിരിച്ചും എല്ലാ വസ്തുക്കളുടെയും സലാത്ത് തസ്ബീഹ് അത് അള്ളാഹു അറിയുന്നുണ്ട്. കാരണം അള്ളാഹു എല്ലാവരുടെയും എല്ലാ പ്രവർത്തനങ്ങളും അറിയുന്നവനാണല്ലോ അള്ളാഹു. രണ്ടും ഒരേ സമയം ഉള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാവുന്ന വിധത്തിലാണ്, രണ്ടും ഉദ്ദേശ്യമായ വിധത്തിലാണ് ഈ ആയത്തുള്ളത്. വലില്ലാഹി മുൽക്കുസ്സമാവാതി വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അധികാരം അള്ളാഹുവിനുള്ളതാണ്, അല്ലെങ്കിൽ ആധിപത്യം. അഥവാ ഇനി അങ്ങനെയല്ലാതെ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന രീതിയിലല്ലാതെ വേറൊരു സൃഷ്ടി ഉണ്ടാകുക എന്നതോ വേറെ ആരെങ്കിലും ഉണ്ടാക്കുക എന്നതോ അത് സാധ്യമല്ല. അഥവാ അള്ളാഹുവിൻ്റെ ആധിപത്യത്തിന് വഴങ്ങിക്കൊണ്ട് മാത്രമേ ഈ പ്രപഞ്ചത്തിൽ ഒരു വസ്തുവിനെ നിലനിൽക്കാനും അതുപോലെ തന്നെ ഒരു സാധനം ഉണ്ടാക്കാനും കഴിയുകയുള്ളൂ. നമുക്ക് മേൽപോട്ടിട്ടാൽ താഴോട്ടൊരു വസ്തുവിനെ വീഴ്ത്താം. അങ്ങനെയല്ലാതെ അതേ വസ്തുവിനെ തന്നെ തിരിച്ചും വീഴ്ത്താവുന്ന തരത്തിൽ ഒരു അള്ളാഹുവിൻ്റെ നിയമത്തിന് വിരുദ്ധമായി ഒരു സംവിധാനം ഉണ്ടാക്കുക സാധ്യമല്ല എന്നർത്ഥം. കാരണം അള്ളാഹുവിനാണ് ഉടമസ്ഥതയും അധികാരവും. അതൊക്കെ അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എല്ലാ പ്രകീർത്തനത്തിൻ്റെ കാരണം എന്താണ്? അള്ളാഹുവിൻ്റെ അടിമകളാണ് ഞങ്ങൾ, അവൻ ഞങ്ങളുടെ ഉടമയാണ്, അവനാണ് ഇതിൻ്റെ ഉടമസ്ഥൻ എന്ന് അവരെല്ലാം അറിഞ്ഞിരിക്കുന്നു. വഇലല്ലാഹിൽ മസീർ, അതുപോലെ അവരറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താ? എല്ലാറ്റിൻ്റെയും അതോറിറ്റി എല്ലാം തിരിച്ചെത്തുക അള്ളാഹുവിലേക്ക് തന്നെയാണ്. അതും അവരൊക്കെ അറിഞ്ഞിരിക്കുന്നു എന്നുമാകാം. അല്ലെങ്കിൽ ഒരു വസ്തുത അടിസ്ഥാനപരമായിട്ട് അലീമുൻ ബിമാ യഫ്അലൂൻ, പിന്നെ അള്ളാഹ്ക്കാണ് അധികാരം, എല്ലാം അള്ളാഹുവിലേക്ക് മടങ്ങുന്നതാണ്, അല്ലാതെ വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നില്ല, വേറെ ആരെങ്കിലും കൊണ്ടുപോകുന്നില്ല. ഏതെങ്കിലും ഒരു സൃഷ്ടിയെ ഉടമപ്പെടുത്താനോ അല്ലെങ്കിൽ ആ സൃഷ്ടി അള്ളാഹുവിൻ്റെ അടുത്തേക്കല്ല പോകുക, പകരം അത് വേറൊരു ദൈവത്തിൻ്റെ അടുത്തേക്കാണ് എന്നില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഇനി പറയാൻ പോകുന്നതിൻ്റെയൊക്കെ ആമുഖവുമാണ്, ഇതുവരെ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു ഉപസംഹാരവുമാണ് ഈ ആയത്തുകൾ. ഇനി പറയാൻ പോകുന്നതും അള്ളാഹുവിൻ്റെ മുൽക്ക് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين
വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.